യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ഇന്ന് പകല് എല്ലാ നന്മകളും ഈ വചനത്തിലൂടെ നിങ്ങളുടെ മേൽ തുറന്നു വരട്ടെ. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ആമേൻ, ആമേൻ. ദാവീദിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. വനാന്തരങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് സംസാരിക്കാൻ പോലും ആരും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് ഇസ്രയേലിൻ്റെ രാജാവെന്ന പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതിൽ കുറഞ്ഞൊരു വാക്ക് അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറയുക, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, പക്ഷേ യഹോവയെ അന്വേഷിക്കുന്ന ഒരു നന്മയ്ക്കും കുറവില്ല. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. വാക്കൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ സന്തോഷവും അനുഗ്രഹമാണ്. നമ്മുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വർധനവിന് കാരണമായി തീരും. ആമേൻ, ഹല്ലേലൂയ. ഈ ബാലസിംഹങ്ങൾ ഒരിക്കലും അവർ വിശന്നിരിക്കേണ്ടി വരത്തില്ല. പ്രത്യേകിച്ച് അവരുടേതായ അപ്പൻ ഇര തേടി പോയിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും അവർ ഒരിക്കലും വിശന്നിരിക്കേണ്ടി വരത്തില്ല. അവർ പ്രത്യേകിച്ച് ഇര തേടേണ്ട കാര്യമില്ല. അവർക്കുള്ളത് എവിടെയൊക്കെ വെളിപ്പെടും, അവർ ഇരിക്കുന്ന സ്ഥലത്ത് വെളിപ്പെടും. ഇതൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതല്ല, പക്ഷേ പറയുമ്പോൾ ദൈവാത്മാവ് ആ ചിന്തകളെ നൽകുന്നത് കൊണ്ട് പറയുന്നു. ആരുടെയൊക്കെയോ മേഖലകളിൽ ഇത് തുറന്നു വരാതെ വണ്ണം അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അത് വിശ്വാസത്തോടെ പറ. അല്ലെങ്കിൽ ബാലസിംഹങ്ങൾക്ക് ഒരിക്കലും വിശന്നിരിക്കേണ്ടി വരത്തില്ല. ഇതിനോടുകൂടി ഒരു പ്രൊഫറ്റിക്കൽ ആംഗിളിൽ ഈ വചനത്തെ സംസാരിക്കാൻ നമ്മുടെ കർത്താവ് യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. ഹല്ലേലൂയ. യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹത്തിൻ്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കൊരിക്കലും ഹല്ലേലൂയ വിശന്നിരിക്കേണ്ടി വരത്തില്ല. കാരണം എന്തുവാ? നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. വിശ്വാസത്തോടെ ഒന്ന് കരമടിച്ചുകൊണ്ട് എല്ലാ പ്രൊവിഷൻസുകളും തുറന്നു വരുവാൻ വേണ്ടി. ആമേൻ. മുട്ടുകളുണ്ടായ സഭയോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ ബന്ധത്തിൽ ഹല്ലേലൂയ പരിമിതികൾക്കകത്തേക്ക് കുടുങ്ങിക്കിടക്കുന്ന സാധ്യതകളെയൊക്കെ ആത്മാവിലൊന്ന് വിശാലതയിലേക്ക് എബേസ് പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ അതിരുകളെ ദൈവം വിശാലമാക്കിയതുപോലെ സ്ഥല പരിമിതികൾ വിശാലമാകുന്ന ഹല്ലേലൂയ ജനറേഷന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടുന്ന ഒരു വലിയ ദൈവ ശബ്ദം ഇന്ന് പകൽ വെളിപ്പെടുമ്പോൾ അതിനെ ഹൃദയം കൊണ്ട് അതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള വിശാലതയോടെ അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് ഈ പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. അതിൽ ഈ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. ഒന്ന് കൈ ഉയർത്തി ഈ വാഗ്ദത്ത വചനം ഒന്ന് ചേർന്ന് പറഞ്ഞ്, യഹോവയെ അന്വേഷിക്കുന്ന എനിക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. ആമേൻ. ദൈവഭയം എന്നൊരു വിഷയമാണ് ഞാൻ ഒന്ന് തൊടാൻ താല്പര്യപ്പെട്ടത്. അതിന് നമുക്ക് ബഹുമാനവും അനുസരണവും, ഹോണറിങ്, ദൈവത്തെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന രണ്ട് പദമാക്കി ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ മൂലാർത്ഥത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് പദം കൂടെ ചേർന്ന് വരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ദാവീദ് ഉദ്ദേശിക്കുന്ന രണ്ട് പദം ആശയത്തിനകത്ത് രണ്ട് പദങ്ങൾ, ഒന്ന് ബഹുമാനമാണ്, രണ്ട് അനുസരണമാണ്. ദൈവഭക്തി എന്നതിലൂടെ വെളിപ്പെടേണ്ടത് ഈ രണ്ട് പദങ്ങളിലൂടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തെ ബഹുമാനിക്കുക, ദൈവവചനത്തെ ബഹുമാനിക്കുക. ഇന്ന് ഈ വാക്ക് പറഞ്ഞുകൊണ്ടാണ് ജോർജാൻ തൻ്റെ സംസാരം തുടങ്ങിയത്. ദൈവവചനത്തിന് നമുക്കൊന്ന് ബഹുമാനപൂർവ്വം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടോ? ഹല്ലേലൂയ. ഇതൊക്കെ വെറുതെ വരുന്നതല്ല, ഇതൊക്കെ അറിയാതെ തന്നെ തുറന്നു വരുന്നതാണ്. അപ്പം ഒരു മനുഷ്യൻ ദൈവത്തെയും ദൈവവചനത്തിനും അർഹിക്കുന്ന പ്രാധാന്യത കൊടുത്താൽ അവൻ ഏറ്റവും മഹത്വമുള്ളവനായി മാറും. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഈ ഗ്ലോറി, ദൈവത്തിൻ്റെ ബഹുമാനം ഒരുത്തന് ലഭിക്കണമെങ്കിൽ അവന് ദൈവത്തിന് അർഹിക്കുന്ന പ്രാധാന്യത കൊടുത്താൽ മതി. അവൻ ദൈവത്തിന് കൊടുത്താൽ അടുത്തിരിക്കുന്ന ആൾക്കും കൊടുക്കും. ആമേൻ, ഹല്ലേലൂയ. ഇപ്പം നമുക്ക് പലർക്കും കഴിയാത്തതിൻ്റെ പിന്നിലെ കാരണം നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെയും ബഹുമാനിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് അതുപോലെയുള്ള പ്രാധാന്യത കൊടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആഗ്രഹിച്ചു തുടങ്ങിക്കോ, മറ്റുള്ളവർക്ക് പ്രാധാന്യതയുള്ളൊരു ബഹുമാനം കൊടുക്കുക. അതുപോലെ തന്നെ ദൈവത്തിനും ദൈവവചനത്തിനും ദൈവ പ്രോമിസുകൾക്കും ദൈവത്തിൽ നിന്നുള്ള എല്ലാത്തിനും നമ്മൾ ആഴമായുള്ള ഒരു ബഹുമാനം കൊടുക്കുക. അതിനെ അർഹിക്കേണ്ടതുപോലെ തന്നെ അനുസരിക്കാൻ കഴിയട്ടെ. അത് വലിയ ദൈവഭക്തിയിലേക്ക് കാരണമാകും. അങ്ങനെയുള്ളവനെ കുറിച്ചാണ് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞ, ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. ഇത് കരുണയാൽ ദൈവത്തിൻ്റെ കൃപയാലൊക്കെ വെളിപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് ഈ പുസ്തകത്തിനകത്തൂടെ തുറന്നു വരുന്നത്. ഈ ദൈവം എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഏതൊരു വാക്യം പിടിച്ചാൽ, ഏതൊരു ഒരു ഭാഗത്തെ തൊട്ടാൽ എനിക്ക് അവിടെ നിന്ന് ഓടാൻ പറ്റുന്നില്ല. അവിടെ തന്നെ ദൈവം നിർത്തുന്നു. ആമേൻ. ഇന്ന് രാവിലെ ഈ വാക്ക് പറയുമ്പോഴും ദൈവം എന്നെ അവിടെ നിർത്തുന്നത് എൻ്റെ മനസ്സിന് നന്നായിട്ട് അറിയാൻ പറ്റും. ഓടാൻ പറ്റത്തില്ല. ആമേൻ. ഇന്ന് ദൈവം ചിലരെ നോക്കുന്നുണ്ട്. ഇന്നല്ല, എപ്പോഴും ദൈവം നോക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് പകല് നിങ്ങൾ കേൾക്കുന്നതിൻ്റെ പിന്നിൽ എന്തോ ഒന്ന് ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. എപ്പോഴും നിങ്ങൾക്ക് പരിചയമുള്ളൊരു പദമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അതിനെ വിശദീകരിച്ച് തരാം. മോശ ഫറവോന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, ഇസ്രായേൽ ഗോത്രങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. ദൈവം ഇറങ്ങി വന്ന് നിൽക്കുക. എന്താ മോശ ഇറങ്ങി വന്നതിൻ്റെ കാരണം? ദൈവം ഇറങ്ങി വന്നത് എന്നുള്ളത് തെളിവാണ്. നിങ്ങളിങ്ങനെ ഇരിക്കരുത്, കൈകെട്ടി ഇരിക്കരുത്. ഇന്ന് ആത്മാവിനെ പിടിക്കണം. ദൈവം ഇറങ്ങി നിൽക്കുന്നു, ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനുള്ള സൂചനയാണ് മോശ വന്നിരിക്കുന്നത്. ആമേൻ. ഇന്ന് പകല് എപ്പോഴും നിങ്ങളെ നോക്കുന്ന ദൈവം ഇന്ന് നിങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് പകല് ഒരു പ്രത്യേക ഒരു ഉദ്ദേശം ഇവിടെ തുറന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നിമിഷങ്ങൾ അത് വചനത്തിലൂടെ തുറന്നു വരട്ടെ. അത് നിങ്ങൾ പ്രാർത്ഥനയിൽ ആത്മാവിൽ കൈമാറുക. ആ പ്രത്യേക വാക്ക് നിങ്ങളെ എതിരിടാൻ പോകുകയാണ്. ആ പ്രത്യേക ശക്തി ദൈവം നിങ്ങളുടെ ശക്തീകരണത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. അതിനായിട്ടൊരു ദൂത് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ പ്രതികൂലങ്ങൾ കയറി വരുമ്പോൾ കേട്ടത് എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ പാടില്ല. കേട്ടത് എവിടെയെങ്കിലും മറന്നു കളയാൻ പാടില്ല. ആമേൻ. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ചിന്തിക്കുകയാണ്. 99% ദൈവത്തിൻ്റെ ശബ്ദത്തെ നിവർത്തീകരിക്കാൻ അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഭൂമി കിടക്കുന്നത്, നിങ്ങളുടെ സാഹചര്യം കിടക്കുന്നത്. ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിവർത്തീകരിക്കപ്പെടാവുന്ന ഒരു സാധ്യതകളും നമ്മുടെ അന്തരീക്ഷങ്ങൾക്കകത്തില്ല എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം വൃഥാവായി പോകുന്നില്ല. കമോൺ, ഈ വചനത്തോടൊന്ന് പ്രതികരിച്ചാട്ടെ. ഹല്ലേലൂയ. 99% നിങ്ങളുടെ മുമ്പിൽ അനുകൂലമല്ലാത്ത സാഹചര്യം നിൽക്കുമ്പോൾ നിങ്ങൾ ആ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കരുത്, ദൈവ ശബ്ദത്തോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. ഒരുവൻ ദൈവ ശബ്ദത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ആത്മാവിൽ ഹല്ലേലൂയ നമ്മൾ പറയുന്ന വാക്കനുസരിച്ച് മാറും. ആമേൻ. ദൂതന്മാർ നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നമ്മളിൽ നിന്ന് വെളിപ്പെടുന്ന ദൈവശബ്ദങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, പ്രതികരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ദൂതന്മാർ ആക്ടിവേറ്റ് ആകുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സഭ മുഖാന്തരമാണ് അനാദികാലങ്ങളായി മറഞ്ഞു കിടക്കുന്ന സംഭവങ്ങളുടെ വെളിപ്പെടുത്തലുകൾ സംഭവിക്കുന്നത്. സഭ വെളിപ്പെടുത്തുന്നതനുസരിച്ച് അറിയാതെ നിൽക്കുന്ന ദൂതന്മാർ ആക്ടിവേറ്റ് ആകുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ അതിനോട് പ്രതികരിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കറിയാത്ത കാര്യം ദൈവം സഭയിലൂടെയാണ് വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നത്.
ഒരനുഭവം പറഞ്ഞ് ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഈ ഒരു മിസ്റ്ററിയോടുള്ള ബന്ധത്തിൽ ഈ വചനത്തിൻ്റെ ആശയങ്ങളെ തുറന്നു കൊണ്ടുവരാൻ ഞാൻ ദൈവാത്മാവിൽ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ദൈവവചനം പഠിച്ച് തീരുന്ന കാലഘട്ടത്തിൽ, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ. കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇടയിൽ അധികം പ്രസിദ്ധനല്ലാത്ത തമിഴ്നാടിൻ്റെ ആന്ധ്രയും തമിഴ്നാടും കർണാടകയും ഒക്കെ പങ്കിടുന്ന ഏതോ ഒരു സ്ഥലമുണ്ട്. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് എൻ്റെ വായിൽ കൊള്ളാത്തൊരു പേരാണ്. അദ്ദേഹത്തെ ഞാൻ ഓർത്തിരിക്കാൻ കാരണം, ഞാൻ ആയിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു പാസ്റ്ററുണ്ട്, ജോസി ജോർജ് എന്നാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ശുശ്രൂഷകനാണിപ്പം. ഈ ദിവസങ്ങളിലും ഞങ്ങൾ അദ്ദേഹവുമായി ആഴമേറിയ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ നിന്നാണ് ഇദ്ദേഹം വഴുവാനിടയായിത്തീരുന്നത്. ഞാൻ ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു സാക്ഷ്യം എന്നെ ഇപ്പോഴും ചലഞ്ച് ചെയ്യുന്നുണ്ട്. വർഷങ്ങൾ കൊണ്ട് തകർന്നു പോയ ഒരു സഭ, ആ സഭയിലെ ശുശ്രൂഷകനായി താൻ നിയമിതനായ കാലഘട്ടത്തിൽ അവിടേക്ക് ഇതിനു മുമ്പ് പോയ ദൈവദാസന്മാർ അവിടെ നിന്നുണ്ടായ പ്രയാസ നിമിത്തം അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി, ആ ദേശം മനുഷ്യരെക്കാൾ കൂടുതൽ സാത്താൻ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആപത്താണ്, നിങ്ങളുടെ ജീവൻ ആപത്താണ്. അതുകൊണ്ട് അവിടെ പോകരുത് എന്ന് പറയുവാനിടയായിത്തീർന്നു. തൻ്റെ വൈഫ് ഗർഭിണിയാകുന്ന സമയമാണ്. അവസാനത്തെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം അവിടെ ചെല്ലുന്നത്. ദീർഘദിവസങ്ങൾ നല്ല നല്ല ആഹാരങ്ങളില്ലാതെ, നല്ല പ്രയാസമുള്ള, ആർക്കും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ 1.5 മാസത്തോളം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായി അദ്ദേഹം അവിടെ ചെലവഴിക്കുവാൻ തുടങ്ങി. ആ ദിവസങ്ങളിൽ ഒന്നിൽ വലിയ ഒരു സൈറ്റനിക് പ്രശ്നങ്ങൾ ആ ദേശത്തോടുള്ള ബന്ധത്തിലുണ്ടായി. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സമയങ്ങളിൽ തനിക്ക് മനസ്സിലായി, തന്നെ ഇനി ഈ ദേശത്ത് അവിടുത്തെ അന്ധകാര ശക്തി, ഞാനിങ്ങനെയൊന്നും പറയത്തില്ലാത്തതാണ്, അവിടെ നിർത്തത്തില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എങ്കിലും അദ്ദേഹം പറഞ്ഞു, ജീവൻ പോയാലും ഞങ്ങൾ തിരിച്ചു പോകത്തില്ല. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയായതുകൊണ്ട് കൂടെ ആളുണ്ടോന്നോ, കൂടെ പ്രാർത്ഥിക്കാൻ ആളുണ്ടോന്നോ എന്ന് ചോദിക്കാതെ അദ്ദേഹം ഉപവാസ പ്രാർത്ഥനയിൽ താൻ ദീർഘദിവസങ്ങളായിരിക്കുമ്പോൾ വലിയ ഒരു പ്രശ്നം എതിരിടുന്ന ഒരു രാത്രിയിലേക്ക് താൻ എത്തിച്ചേരുവാനിടയായിത്തീർന്നു. ആ രാത്രി അദ്ദേഹം വിശദീകരിക്കുക ഇങ്ങനെയാണ്: എൻ്റെ മനസ്സ് അധികം ഭയപ്പെട്ട് ഇരുന്നില്ല, പക്ഷേ എൻ്റെ മനസ്സ് ഏറ്റവും ഭയപ്പെടുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ വന്നു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. വലിയൊരു മനുഷ്യൻ, ഒരു തെങ്ങിൻ്റെ അത്രയൊക്കെ വലിപ്പമുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു മനുഷ്യനല്ല എന്നറിയാം. ഒരു ഭീമസമായ ഒരു അവസ്ഥയിൽ, ശരീരത്തിൽ ചങ്ങലകൾ ധരിക്കപ്പെട്ടവനെ പോലെ, അത് അദ്ദേഹത്തിനറിയാം. താൻ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റുന്നുണ്ട്. ഈ വീടിനോട് അടുത്ത് വരുന്നു. ആ വീട് ഭയങ്കര വിറയ്ക്കുന്ന രീതിയിൽ, ആ വീടിന് ദൃശ്യമായ രീതിയിൽ തന്നെ വലിയ ഷെയ്ക്ക് ഉണ്ടാകുന്ന രീതിയിൽ, ആ വീട് കുലുങ്ങുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടാൻ തുടങ്ങി. തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ ശബ്ദങ്ങൾ വല്ലാതെ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനോ അന്യഭാഷ പറയാനോ കഴിയാത്ത നിലവാരത്തിലേക്ക് ആ അവസ്ഥ മാറി വന്നു. അദ്ദേഹം ഇങ്ങനെ, പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇതിനു മുമ്പ് അങ്ങനെ ഒരു അന്തരീക്ഷം എനിക്ക് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ഭയം എൻ്റെ മേൽ വെളിപ്പെട്ടിട്ടില്ല. ഭയത്തിലേക്ക് മാറിപ്പോകും. ഞാൻ ഇനി ജീവൻ ഇനി എനിക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വഴിമാറുന്നു. പക്ഷെ തിരികെ പോകില്ല എന്നുള്ള ഉറപ്പുള്ള ആഗ്രഹത്തോടെ താൻ പ്രാർത്ഥിക്കാനിരുന്നു. താനിങ്ങനെ പറഞ്ഞത്, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ, ഈ ഭയവും ഇതെല്ലാം കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ബോധം വന്ന സമയത്ത്
അദ്ദേഹത്തിന് ഉണ്ടായ സംഭവങ്ങൾ ഓർത്ത് നോക്കുമ്പോൾ അവസാനം അദ്ദേഹം ഓർത്തത് ഇങ്ങനെയാണ്: ഈ തൻ്റെ ഈ കൂടാരത്തിൻ്റെ മേളിലേക്ക് അദ്ദേഹം വിചാരിച്ചത് ഇങ്ങനെയാണ്: തൻ്റെ കൂടാരത്തിൻ്റെ മേളിലേക്ക് ഇതെല്ലാം അങ്ങ് പതിയുന്നു, അതുപോലെ പപ്പടം പതിയുന്നത് പോലെ ആയിത്തീരുകയാണ് എന്ന് താൻ ചിന്തിക്കുന്ന നിലവാരത്തിലാണ് തൻ്റെ ബോധക്ഷയം പോയത്. അമ്മ, നിങ്ങൾക്കറിയാം, നമ്മൾ വചനത്തിലൊക്കെ അത് വായിച്ചിട്ടുണ്ട് പല പ്രാവശ്യങ്ങളും. ഞാനത് വിശദീകരിക്കാം. പിന്നീട് താൻ ബോധം വന്ന് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നീ അവസാനം കേട്ട ഒരു ശബ്ദം ഒരു ചിറകടിയുടെ ശബ്ദമായിരുന്നു. ആമേൻ. നിന്റെ ജീവനും നിന്റെ ശുശ്രൂഷകൾക്കും വിരോധമായി ഈ ദേശത്തിൻ്റെ ശക്തി എഴുന്നേറ്റ് വന്ന ഒരു രാത്രിയായിരുന്നു ആ രാത്രിയിൽ ആ ഭവനത്തോട് അടുത്ത് വരുന്ന സമയത്ത് റിയലായിട്ട് മിഖായേൽ ആ കൂടാരത്തിന് മേളിലിറങ്ങിയ ചിറകടി ശബ്ദമാണ് നീ കേട്ടത്. അപ്പോഴാണ് നിന്റെ ബോധം പോയത്. അവിടെ ഒരു യുദ്ധം പോലും നടന്നില്ല. ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ മിഖായേൽ ഇറങ്ങി വന്നപ്പോൾ ആ ദേശത്തിൻ്റെ മേൽ വലിയ ഡെലിവറൻസ് ഉണ്ടായി. ആയിരക്കണക്കിന് ആരാധിക്കുന്ന ഒരു സഭ ഇന്ന് അദ്ദേഹത്തിന് ആ ദേശത്തുണ്ട്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഹല്ലേലൂയ, ബലാത്കാരം ചെയ്യാൻ ബലാത്കാരികളെ ദൈവം പട്ടണത്തിനകത്ത് ഇറക്കിയിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ അയക്കപ്പെട്ട ശുശ്രൂഷകളെ പറ്റി നിങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ വ്യക്തിപരമായുള്ള അനുഭവങ്ങളിലൂടെ ദൈവം ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് തരും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പ്രസംഗിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ കോൺഫിഡൻ്റായി മാറുന്നത് ഹല്ലേലൂയ ആത്മാവിൻ്റെ ഇതുപോലെയുള്ള ദൈവദൂതന്മാരുടെ ഇതുപോലെയുള്ള എൻകൗണ്ടറുകളാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രത്യാശ ജനിപ്പിക്കുന്നു. ഞാൻ പറയുന്നു, ഇതിനകത്ത് ദൂതന്മാരുണ്ട്. 2 പേർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അവരെ ഒന്ന് ആക്ടിവേറ്റ് ആക്കാനുള്ള മനസ്സ് ദൈവവചനം കൊടുത്ത്. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ വായിച്ച വാക്യത്തിനകത്ത് നമ്മളുണ്ട്, ഇങ്ങനൊരു വാക്യം കിടപ്പുണ്ട്: ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും, അങ്ങനെ ഒരു വാക്യമില്ലേ? ദോഷം ചെയ്യാതെ 13ാമത്തെ വാക്യം: നീ ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവൻ. ഒരു ചോദിച്ചിടുകയാണ്. അല്ലേ? എന്താണ് ജീവനെ ആഗ്രഹിക്കുക? വാക്ക് ശ്രദ്ധിച്ചോ? മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. അവിടെ കിടക്കുന്ന ഇത് ഭയങ്കര റെവലേഷനാണ് കേട്ടോ. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവൻ അവൻ എങ്ങനെയുള്ളവനായിരിക്കും എന്ന വചനം പറയുന്നത്? ദോഷം ചെയ്യാതെ തന്നെ നാവിനെ സൂക്ഷിക്കണം. ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ മനസ്സും നമ്മുടെ നാവും നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റാ. ഹല്ലേലൂയ. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഉറങ്ങുന്നവരൊക്കെ എഴുന്നേറ്റിട്ട് കേട്ടെ. നമ്മുടെ മനസ്സും നമ്മുടെ നാവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. ഭൂമി സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, കൂടെ നിൽക്കുന്നവർ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും, നാവിനെയും മനസ്സിനെയും ദൈവാത്മാവിന് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നാൽ നീ ദൈവത്തിൻ്റെ മിറക്കിളുകളെ കണ്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പഴയ നിയമഭക്തന്മാരാകട്ടെ, പുതിയ നിയമഭക്തന്മാരാകട്ടെ, ഹല്ലേലൂയ, അവരുടെ കൂട്ടത്തിലുള്ള, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ യോസഫൊന്നും അവരുടെ കൂട്ടത്തിലുള്ളവരൊന്നും കൂടെ നിന്നതുകൊണ്ടല്ല, ഹൃദയത്തിനകത്ത് ദൈവം കൊടുത്ത സ്വപ്നത്തെ ആ മനസ്സിൽ അതുപോലെ സൂക്ഷിച്ചെന്നാണ്. ഹല്ലേലൂയ. തൻ്റെ നാവ് കൊണ്ട് അത് തന്നെയാ പറഞ്ഞത്. എന്താ കുട്ടിക്കാലത്തിൽ പറഞ്ഞോ? അല്ലേ? നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നാണോ പറഞ്ഞത്? ഇല്ല, ഞാൻ എഴുന്നേറ്റ് നിൽക്കുക, എൻ്റെ കാറ്റ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കൂട്ടും ഇല്ല, കൃത്യമായി പറയുകയാണ്. താൻ കണ്ടത് കേട്ടത് താൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നാവിനെ സൂക്ഷിക്കണം. നാവിനെ ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും കാത്തുകൊള്ളുക. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? നാവ് ദൈവരാജ്യത്തെ ഭൂമിയിൽ തുറക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ദൈവപുത്രന്മാരുടെ ഒരു ടൂളാണ്.
ആയുധങ്ങൾ, ഉപകരണമാണ്. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ ഹൃദയത്തിനകത്തിട്ടിരിക്കുന്ന വിശ്വാസം കൊണ്ട് നിങ്ങളുടെ വീടിനകത്ത് ചിലത് തുറക്കാൻ, നിങ്ങളുടെ ലൈഫിനകത്ത് തുറക്കാൻ ദൈവം ഇട്ടിരിക്കുന്ന ഗേറ്റാണ്, ഡോറാണ് നിങ്ങളുടെ നാവ്. ഹല്ലേലൂയ. അപ്പം നീ വീട്ടിൽ നാവ് കൊണ്ട് തുറക്കുന്നത് അത് സംഭവിക്കും. കർത്താവ് ആഗ്രഹിക്കുന്നു ഒരു ദോഷവും നിന്നെ തട്ടരുത്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ഒരു വ്യാജത്തിന്റെ ആശയവും ഒന്നും നിന്റെ വീട്ടിൽ കയറി വരരുത്. അതുകൊണ്ട് നീ സൂക്ഷിക്കേണ്ടത് ഹല്ലേലൂയ നിന്റെ നാവിനെയാണ്. ഹല്ലേലൂയ. നാവിനെ കുറിച്ച് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോന്റെ പ്രതിവാദങ്ങൾ ഒത്തിരിയാണ്. ഒരു കാട് കത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നാവുകളുടെ ശബ്ദങ്ങൾക്ക് കഴിയും. ഒരു കുടുംബത്തിൻ്റെ എല്ലാ നാശത്തിനും നാവിന് കഴിയും. പക്ഷേ ഇന്ന് പകല് വചനം നാവിനെ കുറിച്ച് പറയുന്നത് ഒരു കീ ആണ്. ഡോർ ഓഫ് ഹല്ലേലൂയ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ കീ ആണ്. നീ കെട്ടുന്നത് കെട്ടാനും അഴിക്കുന്നത് അഴിക്കാനും ദൈവത്തിൻ്റെ അധികാരം നിന്റെ മേൽ നൽകപ്പെട്ടിട്ടുണ്ട്. വിശ്വാസത്തോടെ ആത്മാവിലൊന്ന് പറഞ്ഞു തുടങ്ങിക്കോ. ഹല്ലേലൂയ ഇന്നില്ലാത്തതിനെ ഉളവാക്കാനായിട്ട് കഴിയട്ടെ. ദൈവം കരുതും, ദൈവം നൽകും, ദൈവം ചെയ്യും എന്നതേ പറയാവുള്ളൂ. ഇല്ല എന്ന് ഇല്ലാതിരിക്കുമ്പോൾ പറയാൻ ഒരു വിശ്വാസിക്ക് അനുവാദമില്ല. കാരണം അവൻ്റെ കണ്ണും ഹൃദയവും നോക്കിയിരിക്കുന്നത് ദൈവം കൊടുത്ത ധൈര്യത്തിലും വിശ്വാസത്തിനും അകത്താണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിനകത്ത് കാണുന്നതേ പറയാവുള്ളൂ. ആ വിശ്വാസത്തിൻ്റെ ധൈര്യത്തിനകത്ത് പറയാൻ ദൈവം അനുവദിക്കുന്നതേ ശബ്ദിക്കാൻ അനുവാദമുള്ളൂ. ഹല്ലേലൂയ. ശൂന്യമായ താഴ്വരയ്ക്കകത്ത് അസ്ഥികൾ വേർപെട്ടതുപോലെ കിടക്കുമ്പോൾ പ്രവാചകന് അനുവാദമില്ല. ഇത് കേവലം ദ്രവിക്കുന്ന അസ്ഥികളാണെന്നല്ല പറയേണ്ടത്, നീ ഒരു സൈന്യമായി തീരുമെന്നേ പറയാൻ അനുവാദമുള്ളൂ. കമോൺ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഹല്ലേലൂയ പറയേണ്ടതിൻ്റെ കാരണം എന്താണ്? ഹല്ലേലൂയ ദൈവം പറയുകയാണ്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതൊന്നുമല്ല കാരണമെന്ന് വരുമാർ അവൻ ദൈവത്തിൻ്റെ വചനത്താൽ ഇതിനെ സൃഷ്ടിച്ചത് കൊണ്ട് ആ വചനം ജഡമായി ഈ ഭൂമിയിൽ അവതരിച്ച് വിശ്വസിച്ചവന്റെ ഉള്ളിൽ ആ വചനം ആത്മാവും ജീവനുമായിട്ട് നിലനിൽക്കുകയാണ്. ധൈര്യമായി ഉള്ളത്തിൽ ഉരുവാകുന്ന ദൈവശബ്ദങ്ങൾ അനുകൂലമല്ലാത്ത ഈ സാഹചര്യത്തിനകത്തേക്ക് ആത്മാവിൻ്റെ ശക്തിയോടെ വിളിച്ചു പറയുന്നവൻ്റെ മുമ്പിൽ സാഹചര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി സൃഷ്ടിക്കപ്പെടുവാനിടയായി തീരും. സന്തോഷത്തോടെ നല്ലൊരു ആമേൻ ഈ വിഷയത്തിൽ പറഞ്ഞു തുടങ്ങുക. കർത്താവ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ആമേൻ. ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. അതിൻ്റെ പുറകെ പോയാൽ ഞാൻ ഈ വാക്യത്തിലേക്ക് ഒന്നും വരത്തില്ല. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാന്റെ ലേഖനത്തിനകത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 3-ാമത്തെ ലേഖനം, 1 യോഹന്നാൻ 3-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നമുക്കൊരു പ്രാവശ്യം കൂടെ വായിക്കാം. ചില ചിന്തകൾ നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ച് ഞാൻ ഈ ആശയത്തെ ഇന്നുകൊണ്ട് നിർത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. കഴിഞ്ഞ ആഴ്ച ആവർത്തിച്ചതുപോലെ ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള 2-ാമത്തെ പരസ്യമായ വരവ്, അതിനെ ഉള്ള ഒരു പ്രവചന ശബ്ദമാണ്. എങ്കിലും ആ പ്രവചന ശബ്ദത്തിന് ഒരുപാട് പ്രൊഫറ്റിക്കൽ വേകളുണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാണ്, അതിന് ആർക്കും സംശയമില്ലല്ലോ. ഹല്ലേലൂയ. നാം ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളായ? ഈ വിഷയമൊക്കെ ആഴത്തിൽ ചിന്തിക്കണം. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ മക്കളായത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവമക്കൾ എന്ന പേര് നമ്മുടെ മേൽ വന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ അധികാരം ലഭിച്ചിരിക്കുക. ഇപ്പോൾ നമുക്ക് വിശ്വസിച്ചപ്പോൾ നമുക്ക് ദൈവമക്കളായി തീരാൻ അനുവാദം കിട്ടി. എങ്ങനെയാണ്?
അനുവാദം കിട്ടിയത് നമ്മുടെ അകത്ത് വന്ന ദൈവാത്മാവിനാലാണ്. ദൈവപുത്രന്റെ ആത്മാവ് നമ്മുടെ അകത്തിരിക്കുന്നത് കൊണ്ട് യേശു കർത്താവിൽ അനുവദിക്കപ്പെട്ട ദൈവപുത്രന്റെ സകല ക്വാളിറ്റിയും നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് ജനിച്ച് ഈ ഭൂമിയിലേക്ക് വരുന്നത് പോലെ അവനൊന്നും അറിയത്തില്ല. പക്ഷെ അവൻ്റെ വളർച്ചയ്ക്കകത്ത് അവൻ ആരായിരുന്നു, ഇന്നയാളുടെ മോൻ. ഇപ്പം സനീഷിൻ്റെ കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അവളുടെ ജനിച്ചപ്പോൾ അവൻ്റെ പപ്പ ആരായിരുന്നു അവൾക്ക് അറിയത്തില്ലായിരുന്നു, അമ്മ ആരായിരുന്നു എന്ന് അവൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ വളർച്ചയുടെ ഘട്ടത്തിൽ അമേൻ പേര് പറയുന്നതിന് മുമ്പ് തന്നെ സനീഷിൻ്റെ മുഖത്ത് നോക്കി അവൾ ചിരിക്കാൻ തുടങ്ങി, അറിയാൻ തുടങ്ങി. ഇങ്ങനെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലാണ് ഹല്ലേലൂയ അവൾ ആരാണെന്നുള്ള തിരിച്ചറിവിനകത്തേക്ക് പക്ഷേ എത്തപ്പെടുന്നത്. പക്ഷേ ജനിച്ചപ്പോൾ തന്നെ ആരാണ് അവൾ? സനീഷിൻ്റെ മകളാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ടപ്പോൾ തന്നെ ആ എല്ലാ പദവിയും എല്ലാ അതോറിറ്റിയും നമ്മുടെ മേൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. തിരിച്ചറിവിൻ്റെ ഓരോ കാലഘട്ടത്തിൽ അത് നമ്മളിൽ വെളിപ്പെട്ട് വരിക. ഈ വിഷയത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പകരം സംസാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ച കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ചിന്തിച്ച രണ്ട് പ്രധാനപ്പെട്ട ഭാഗം ദൈവത്തിൻ്റെ രഹസ്യമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ രഹസ്യം അതിനകത്ത് തന്നെ ദൈവത്തിൻ്റെ രഹസ്യത്തിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൃത്യമായി ഞാൻ സംസാരിച്ചു, ചെറിയ ആശയങ്ങളുടെ. അത് പർപ്പസ് ഓഫ് ഗോഡ് ആയിരുന്നു, ദൈവത്തിൻ്റെ പർപ്പസ് ആയിരുന്നു. രണ്ടാമത്തെ ഭാഗം ടൈമായിരുന്നു. ഇതിനൊരു പർപ്പസ് ഉണ്ട്, ടൈമുണ്ട്. ഒരു ടൈം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ആ പ്ലാൻ തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ആ ടൈമിലേക്ക് ദൈവം അവനെ കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ആ ടൈമിൻ്റെ അനുഭവത്തെയും പ്ലാനിനെ കുറിച്ചും പറഞ്ഞു. അല്പം കൂടെ കാര്യങ്ങളെ വിഷയത്തിനകത്തുണ്ട്. തെരഞ്ഞെടുപ്പ് എന്നോട് ബന്ധപ്പെടുന്ന, എന്നാൽ തെരഞ്ഞെടുപ്പോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആശയമാണ് ഞാൻ തുറക്കുന്നത്. ഇത് എനിക്ക് പെട്ടെന്നൊന്ന് ഗ്രഹിക്കാനായിട്ട് ഞാനിങ്ങനെ കടന്ന് ഉരുളുമായിരുന്നു ദൈവസന്നിധി. ഇങ്ങനെ അതൊന്ന് നന്നായിട്ടൊന്ന് സ്വീകരിക്കാൻ പറ്റി. ഞാൻ നന്നായി സ്വീകരിച്ചാലല്ലേ എനിക്ക് നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാനിതിങ്ങനെ അതിനൊരു മാതൃക എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു മാതൃക എന്താണ്? നാം ദൈവത്തിൻ്റെ രഹസ്യമായി ദൈവം തൻ്റെ പദ്ധതിയിൽ ചൂസ് ചെയ്യപ്പെട്ടവരാണ് നമ്മൾ. ഞാൻ പറയുന്ന എത്ര പേര് കേട്ടിട്ടുണ്ട്? അങ്ങനെ ചൂസ് ചെയ്യപ്പെട്ട നമുക്ക് മാതൃകയായിട്ട് എന്തൊക്കെയുണ്ട്? ഈ ഭൂമിയിൽ ഒറ്റ ഒരുത്തനെ നോക്കാൻ പറ്റത്തില്ല. മാതൃകയായിട്ട് എന്തൊക്കെയുണ്ട്? അതിനെ വിരലിച്ചുകൊണ്ടാണ് ഈ ആശയം പോകുന്നത്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഞാൻ ഈ വിഷയം തുറക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഇവിടെ പറയണമെന്ന് ആഗ്രഹിച്ചത്, ഭൂമിയിൽ ഒരു മനുഷ്യനും ദൈവരഹസ്യങ്ങളെ തുറന്നു കൊണ്ടുവരുന്നതിന് അനുകൂലമല്ല. എത്ര പേർക്കറിയാം? നിങ്ങളുടെ വിദ്യാഭ്യാസം, കഴിവ്, യോഗ്യതകൾ, കുടുംബമഹിമ, സമ്പത്ത്, ഇതൊന്നും ദൈവരഹസ്യങ്ങളെ തുറന്നു കൊണ്ടുവരത്തില്ല. ദൈവരഹസ്യങ്ങൾ തുറന്നു കൊണ്ടുവരുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതൊന്ന് ദൈവാത്മാവിലൂടെയുള്ള ശബ്ദമാണ്, അല്ലെങ്കിൽ ദ കോൺഷ്യസ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്നോ കോൺഷ്യസ് ഓഫ് ക്രൈസ്റ്റ് എന്നോ നമുക്കത് പറയാം. ദൈവ ശബ്ദമെന്ന് ഞാൻ ഒറ്റ വാക്കിൽ അത് പറയട്ടെ, ദൈവബോധമെന്ന് ഞാൻ പറയട്ടെ. രണ്ട്, ദൈവശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ കിടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് ദൈവബോധ്യം, രണ്ട് ദൈവശക്തി. എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ബോധ്യം തുറന്നു കൊണ്ടുവരിക. ആ ബോധ്യത്തിലൂടെ ദൈവ ഉദ്ദേശം നമ്മളെ ധരിപ്പിക്കുക. അതിനെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ കഴിവോ നമ്മുടെ ശക്തിയോ അല്ല, ദൈവശക്തി തന്നെ നമ്മളിൽ വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കരുത്. ആത്മാവിൽ പറയുക ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ ശബ്ദത്തിലൂടെ ഞാൻ ഇന്നതായി തീരുമെന്ന് ഒരു കോൺഫിഡൻ്റ് അകത്ത് വരുന്നുണ്ടെങ്കിൽ അതിനെ വെളിപ്പെടുത്താൻ ദൈവത്തിൽ നിന്ന് തന്നെ ഒരു ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ.
മാളിക മുറിക്കകത്തിരുത്തി യേശു കർത്താവ് താൻ പറഞ്ഞു കൊടുത്ത്, നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലേക്കും യാത്ര ചെയ്യാൻ പോവുകയാണ്. ആമേൻ. അതിനുവേണ്ടി തന്നെ ഒരു ശക്തി വെളിപ്പെടും. ഓ സ്തോത്രം, 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 സ്തോത്രം. അനുവദിക്കുക. ഹല്ലേലൂയ. ദൈവം ഒരു പ്ലാനിനായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. യേശു ഒരു പ്ലാനിനായിട്ടാണ് വിളിച്ചത്. കൂടെ നടത്തി, കുറച്ച് അത്ഭുതങ്ങൾ കണ്ട്, കുറച്ച് ഭക്ഷണം കഴിച്ചു. ഹല്ലേലൂയ. ഭയങ്കര എക്സൈറ്റഡ് ആകുന്ന ഒരു ലൈഫായിരുന്നു 3.5 വർഷത്തെ ശുശ്രൂഷ. ഇനിയുള്ളത് അതിനേക്കാൾ എക്സൈറ്റ്മെന്റ് കൂടുന്നതാണ്. കാരണം നിങ്ങൾ അറിയാതെ രഹസ്യങ്ങളെ തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചന, ദൈവശബ്ദത്തിനും ദൈവശക്തിക്കും അതിൻ്റെതായ പ്രാധാന്യത നിങ്ങൾ കൊടുത്തിരിക്കണം. ഡേ ബൈ ലൈഫിനകത്ത് ദൈവശബ്ദത്തിന് കാതു കൊടുക്കുന്നുണ്ട്. ഇവിടെ വചന സങ്കീർത്തനം പറഞ്ഞു, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു നൽകാം. ആമേൻ. അതിനകത്ത് കിടക്കുന്ന ആദ്യത്തെ പദം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജീവനാണോ ജീവിതമാണോ? അതൊക്കെ ഭയങ്കര റെവലേഷനകത്ത് കിടക്കുകയാണ്. നമ്മുടെ ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലൈഫുണ്ട്. ഭൗതിക ലൈഫല്ല, കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഒരു അസാധാരണമായ ഒരു ലൈഫ് തുടങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ കൂടെ കയറി നിന്നാലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഓടാം. ഞാൻ ഈ വിഷയത്തിനകത്ത് നിന്നാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പിടിക്കാൻ പറ്റുമോ? ആമേൻ. ഒന്നൊന്നുകൂടെ വിശദീകരിച്ച്, നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, നിങ്ങൾ 24 മണിക്കൂറും ബിസിയാണ്. പക്ഷേ ഇതിനകത്തൂടെ ദൈവശബ്ദം കേൾക്കുന്നവരോട് പറയുന്നു, മോനെ, ഇതിനകത്തൂടെ നീ നിന്റെ വിഷയങ്ങൾക്കകത്ത് ബിസി ആയിരുന്നു, പക്ഷേ ആ സമയങ്ങളിൽ തന്നെ നിന്നിലൂടെ ചിലത് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഒരു പ്ലാനിൻ്റെ ഭാഗമായതുകൊണ്ട് നീ അറിയാതെ ചിലത് നിന്നിലൂടെ വെളിപ്പെടുത്തി കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കും. ഹല്ലേലൂയ. അച്ഛനും അമ്മയും വീട്ടില് കാരണവന്മാരെല്ലാവരും കൂടെ ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി സ്വരുക്കൂട്ടിയ സാധനമല്ല ആ രാത്രിയുടെ ഇരുണ്ട നിമിഷത്തിനകത്ത് പെട്ടെന്നില്ലാതായി തീരുമ്പോൾ ആ അന്തരീക്ഷത്തെ മഹത്വമാക്കാൻ യേശു ആ വീട്ടിലേക്ക് അപ്പോയിന്റഡ് ആയതുപോലെ നീ അറിയാതെ, നീ ക്ഷണിക്കപ്പെടാതെ, നീ ആഗ്രഹിക്കാതെ നിനക്ക് രക്ഷ നൽകി നിന്നിലേക്ക് വന്ന ഒരു യേശു ഉണ്ട്. അവൻ ദൈവ പദ്ധതിയെ നിന്നിൽ നിവർത്തീകരിക്കാൻ മാത്രം വെളിപ്പെട്ടവനാണ്. തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ പദ്ധതി നിവർത്തീകരിക്കാൻ വേണ്ടി നിന്നിലേക്ക് വെളിപ്പെട്ട ഒരു ശക്തി കണ്ട് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഓടാൻ താല്പര്യപ്പെട്ടാണ് ആ വചനത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നത്. പക്ഷേ കർത്താവ് എന്നെ അവിടെ നിർത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ അശക്തരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, മാറിയിരിക്ക്, പ്രാർത്ഥിക്ക്. ഒറ്റയാഗ്രഹം, എൻ്റെ ശരീരത്തിനകത്തൂടെ, എൻ്റെ വാക്കിനകത്തൂടെ, എൻ്റെ പ്രസംഗത്തിനകത്തൂടെ, എൻ്റെ ചിന്തകൾക്കകത്തൂടെ ദൈവശക്തിയുടെ വ്യാപനം ഉണ്ടാകണം. ഞാനൊരു വീട്ടിൽ കയറിയാൽ, ഞാനൊരാളോട് സംസാരിച്ചാൽ, ഞാനൊരാളോട് പ്രവചിച്ചാൽ, ഞാനൊരാളോട് ദൂത് പറഞ്ഞാൽ അത് വെറും ശബ്ദമായി തീരാതെ വേണം അതിൻ്റെ പിറകിൽ കിണ്ണത്തെ വെളിപ്പെടുത്തുന്ന, ദൈവരാജ്യത്തെ വെളിപ്പെടുന്ന ദൈവശക്തി വെളിപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. പോൾ യോങ്ങിച്ചയുടെ ശുശ്രൂഷകളുടെ ചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു പ്രസംഗം വെറുതെ നടത്തപ്പെടുന്നില്ല. മണിക്കൂറുകൾ നീളുന്ന അന്യഭാഷയിലും ആത്മാവിലുള്ള പ്രാർത്ഥനകൾ, ദീർഘദിവസങ്ങൾ ആ പട്ടണത്തിൽ ഇറങ്ങി നിന്നവർ പ്രാർത്ഥിക്കുകയും ദീർഘദിവസങ്ങൾ അവിടെ വ്യാപരിക്കുന്ന ഇരുളിൻ്റെ ശക്തിയെ ആത്മാവിൽ എതിരിടുകയും ചെയ്തിട്ടാണ് ദൈവാത്മാവിൽ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ ചെറുതാണെങ്കിൽ ഒരു പ്രാർത്ഥന ഈ പട്ടണത്തിൻ്റെ മേൽ ഉയർത്തിയവരുടെ ആത്മാവിൽ പറയുന്നു, നീ വെറുതെ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു പർപ്പസ് നിവർത്തീകരിക്കാൻ വേണ്ടി ദൈവം അയച്ച ശക്തി നിന്റെ മേൽ വെളിപ്പെടും. ആരോഗ്യത്തോടെ ദൈവം നിന്നെ നിർത്താൻ പോവുകയാ. അതുകൊണ്ട് ഇന്ന് പകല്
നിങ്ങൾ എവിടെ നോക്കിയാലും എന്ത് ചിന്തിച്ചാലും ആ പർപ്പസിനോടൊത്തത്തിൽ ബന്ധപ്പെട്ട് ചിന്തിക്കണം. തലയ്ക്ക് മീതെയാണോ പോകുന്നത് എനിക്കറിയില്ല. ഇതിനകത്തൊരു ദൈവദൂതൂടെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നത്. ഒരു വേട് വായിക്കുമ്പോൾ, ഒരു വചനം വായിക്കുമ്പോൾ, ഞാൻ ഏറിപ്പോകാൻ പറ്റുന്ന സാധനമാണ്, കുഴപ്പമില്ല പറഞ്ഞോടെ. ഒരു വചനം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, 3 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം: രക്ഷ, ഡെലിവറൻസ്, ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. ഏകദേശം 60-70% പാസ്റ്റർമാരും ദൈവവചനത്തിൻ്റെ ഒരു വാക്യം രക്ഷയോട് ബന്ധപ്പെട്ട് മാത്രമാണ് വിശദീകരിക്കുന്നത്. ചിലർ ഡെലിവറൻസിനോട് മാത്രമാണ് വിശദീകരിക്കുന്നത്. പക്ഷെ പർപ്പസ് വെളിപ്പെട്ടേ പറ്റുള്ളൂ. ദൈവ പർപ്പസ് വെളിപ്പെടുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഒരു മുഴുവൻ ഒരു പൂർണ്ണത വെളിപ്പെടത്തില്ല. ഡെലിവറൻസ് വളരെ അത്യാവശ്യമാണ്, രക്ഷ വളരെ അത്യാവശ്യമാണ്. പക്ഷേ അതിനകത്തൊരു പർപ്പസ് കിടപ്പുണ്ട്, ദൈവ ഉദ്ദേശം കിടപ്പുണ്ട്, ദൈവ പ്ലാൻ കിടപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ മേൽ തുറന്നു വെക്കുന്നത്, ഈ പട്ടണത്തിനകത്ത് ദൈവം നിങ്ങളെ ഇവിടെ ആരാധനയ്ക്ക് കൊണ്ടുവന്നതിൻ്റെ പിറകിൽ ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അത് തുറന്നു വരാൻ വേണ്ടി മാത്രമാണ് വീടിനകത്ത് നിന്ന് തുറന്നു വരുന്നത്. ഞാൻ അതിനെ തുറക്കുകയാണ്. 3 ഭാഗം ഞാൻ വെക്കാം, 3 മാതൃകയെ വെക്കാം. 10-20 മിനിറ്റിനകത്ത് ഞാൻ നിർത്തിക്കോളാം. വേഗത്തിൽ ഓടുന്ന നിങ്ങൾക്ക് നല്ലതെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് നിർത്താം. 1 ആദമാണ്, 2 ക്രൈസ്റ്റാണ്, 3 സഭയാണ്. ക്രൈസ്റ്റിനോടുള്ള ആദമിനോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ കുറിച്ചുള്ള മാതൃകകൾ കിടപ്പുണ്ട്. വീണു പോകുന്ന, പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദാം, യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലും രൂപാന്തരപ്പെടുന്ന ജീവിതശൈലി ബൈബിൾ വെളിപ്പെടുത്തുന്നതിനകത്തും നമ്മളെക്കുറിച്ചുള്ള മാതൃകകൾ കിടപ്പുണ്ട്. സഭയെക്കുറിച്ച് ബൈബിൾ പറയുന്ന വാക്യങ്ങൾക്കകത്ത് റിയാലിറ്റികൾ, മാതൃകകളായിട്ട് അല്ലെങ്കിൽ റിയാലിറ്റികൾ കിടപ്പുണ്ട്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ രഹസ്യമായതുകൊണ്ട്, ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ തുറന്നു കൊണ്ടുവരായതുകൊണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു മാതൃകയെ നോക്കിയാൽ വീണുപോയ ആദമിനെ നോക്കരുത്. വീണു പോകുന്നതിന് മുമ്പുള്ള ആദമിനെ കുറിച്ച് ചിന്തിക്കണം, ക്രൈസ്റ്റിനെ കുറിച്ച് നോക്കണം. ഹല്ലേലൂയ. സഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ പഠിക്കണം. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്കിടെ മുമ്പിൽ ഇത് തുറന്നു വരുവുള്ളൂ. ഈ ഭൂമിയെ നോക്കിയാൽ അത് തുറന്നു വരത്തില്ല. ഈ ഭൂമിയിലെ സാഹചര്യങ്ങളെ നോക്കിയാൽ തുറന്നു വരത്തില്ല. സഭ എന്ന രീതിയിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആരെയും നോക്കാൻ, അല്ലെങ്കിൽ വെളിപ്പെട്ട് നിൽക്കുന്നവരെ മാതൃകയാക്കാൻ കർത്താവ് പറയുന്നില്ല. നിന്നെക്കുറിച്ചൊരു നെക്സ്റ്റ് പ്ലാൻ കർത്താവിനുണ്ട്. സ്തോത്രം. ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ തുറക്കാൻ പറ്റുന്ന ആശയമാണെന്ന് അറിയത്തില്ല, എങ്കിലും ഞാനൊന്ന് തുറന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 ദൂതുകൾ ഇതിനകത്തൂടെ ശക്തമായി വെളിപ്പെടുമെന്ന് എനിക്ക് നന്നായി കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ഞാൻ തുറക്കാൻ താല്പര്യപ്പെടുകയാണ്. അബ്രഹാമിനെയും ആദമിനെയും അബ്രഹാമിനെയും ഈ മുമ്പിൽ വന്ന പിതാക്കന്മാരെയൊക്കെ ഒറ്റ നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ വിഷയത്തിനകത്തൂടെ ഈ വിഷയത്തെ ഒന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതിന് ഞാൻ കൊണ്ടുവരാം. ആരെങ്കിലും ഒരാളെയെങ്കിലും ഞാൻ കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവം ആദമിനെ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ഭൂമിയിൽ ആദമിലൂടെ തുറന്നു വരണമെന്ന് ദൈവം ഉദ്ദേശിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. പ്രത്യേകിച്ച് ഏദനെന്ന ദൈവ പർദീസയ്ക്കകത്തേക്ക് ആദമിനെ കൊണ്ടു നിർത്തിയിട്ട് പറയുന്ന കാര്യമാണ്, ഈ ഭൂമിയും ഏദനും ഞാൻ നിന്റെ കൈ തന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ആദമിനെ കുറിച്ച് ദൈവവചനത്തിൽ പൗലോസ് വെളിപ്പാടിൽ പറയുന്നത് വരുവാനുള്ളവന്റെ പ്രതിരൂപം. എന്നോടൊപ്പം കയറാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര റെവലേഷനാണ് തുറക്കാനുള്ളത്. അവനാരാണ്? വരുവാനുള്ളവന്റെ പ്രതിരൂപമാണ്.
സോ മിസ്റ്ററികൾ നിക്ഷേപിക്കപ്പെട്ടവനായിരുന്നു ആദാം. ഹല്ലേലൂയ. സമയത്തിനകത്തെ ഓരോ സമയങ്ങൾ കയറി വരുമ്പോൾ ആ സമയത്തിനകത്തൂടെ ആദമിൽ തുറന്നു വരേണ്ട ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പാപം ചെയ്തത് കൊണ്ട് ആ രഹസ്യങ്ങൾ പലതും തുറക്കാതെ പോയി. ഞാൻ ഒരു വാക്ക് ക്രിസ്തുവിലേക്ക് ഓടിച്ചു കയറ്റി അതിനൊന്ന് ഫുൾഫിൽ ചെയ്യിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ആദമിൽ എന്തെല്ലാം രഹസ്യങ്ങൾ മറയ്ക്കപ്പെട്ടില്ലാതായിപ്പോയോ അതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവിൻ്റെ ജനനം വന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകല് തിരിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകല് ആത്മാവിൽ പറയുന്നു, ആദമിൽ തുടങ്ങിയത് മുഴുവൻ ആദം എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ കണ്ടോളം. ഹല്ലേലൂയ. ആദമിനെ ദൈവം അവതരിപ്പിച്ചപ്പോൾ ആദമിനകത്തൂടെ കറക്റ്റ് സമയത്ത് പുറത്ത് വരേണ്ട 2026 അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സമയം ജനന വർഷം ഏതാണോ ആ സമയത്ത് ഈ ഭൂമിയിൽ വെളിപ്പെടേണ്ട ആളായിരുന്നു നിങ്ങൾ. ഹല്ലേലൂയ. ആദമിനകത്ത് നിക്ഷേപിക്കപ്പെട്ട ആളായിരുന്നു നിങ്ങൾ. പക്ഷേ ആദമിനകത്ത് ദൈവം നിക്ഷേപിച്ച ദൈവ രഹസ്യങ്ങൾ ആദമിൽ വന്ന പാപം കൊണ്ട് തുറക്കാൻ കഴിയാതെ പോയപ്പോൾ ക്രിസ്തുവേശു മൂലം ജനിക്കപ്പെട്ടവരായ നിങ്ങളുടെ മേൽ അവിടെ മറയ്ക്കപ്പെട്ടത് മുഴുവൻ തുറന്നു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ മുണ്ടക്കയത്തെക്കുറിച്ചുള്ള വലിയ ദൂത് ഹൃദയത്തിൽ കിട്ടിയവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ ഉദരത്തിനകത്ത് ഒരാത്മാവിൽ ഒരു ഗർഭത്തെ ചുമക്കുക. 9 മാസവും 10 ദിവസം കൊണ്ട് ഗർഭം ധരിച്ച ഗർഭിണിയായൊരു പൂർണ്ണ വളർച്ചയോടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ നിന്റെ അസ്ഥിക്കകത്ത് ജനിക്കപ്പെട്ട ദൈവീയ ദൂതിനെ ആത്മാവിൽ ഡെലിവറി ചെയ്യാൻ ദൈവാത്മാവ് നിന്റെ മേലൊരു ശക്തിയെ അയക്കട്ടെ. കരമടിച്ച ദൂതിനെ ഒന്ന് സ്വീകരിക്കണം. ഒന്ന് പറയണം, മിസ്റ്ററികൾ കിടപ്പുണ്ട് നിങ്ങളുടെ മുമ്പിൽ. പച്ചയ്ക്ക് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം നിങ്ങളുടെ അകത്തിട്ടിരിക്കുന്ന ജനറേഷനുകൾ ഇവിടെ കിടപ്പുണ്ട്. ദൈവം നിങ്ങളുടെ അകത്തിട്ടിരിക്കുന്ന പ്രോപ്പർട്ടികൾ കിടപ്പുണ്ട്. ദൈവം നിങ്ങളുടെ അകത്തിട്ടിരിക്കുന്ന ഹല്ലേലൂയ എല്ലാ ദൈവീയ മിസ്റ്ററികൾ ഹല്ലേലൂയ എന്തൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അതെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. ആമേൻ. ഒരിക്കലൊരു പ്രവാചക ശബ്ദം ഇങ്ങനെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. എനിക്ക് പോളിയോങ്ങിച്ചൊരു അനുഭവമാണെന്ന് തന്നെയാണ് തോന്നുന്നത്. തൻ്റെ പഠന കാലഘട്ടത്തിൽ, തൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ, എൻ്റെ പേര് മാറിയിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്നാലും അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വായിച്ചൊരു പുസ്തകം എൻ്റെ അകത്ത് എഴുന്നേറ്റ് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു കസേരയും ഒരു പഠിക്കാനൊരു ടേബിളും അതുപോലെ ചില സംഭവങ്ങൾ ആവശ്യമായിരുന്നു. താൻ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ സ്ഥാനം കണ്ടെത്തി അതവിടെ ഉണ്ട് എന്ന് പറയാൻ തുടങ്ങി. ആമേൻ. തൻ്റെ കൂട്ടുകാരോട് ചോദിക്കുമ്പം സാഹചര്യവശാൽ ഇത് സംസാരിക്കേണ്ടതല്ല എങ്കിലും ഇത് വിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി സംസാരിക്കാൻ തുടങ്ങി. ഒരിക്കൽ തൻ്റെ കൂട്ടുകാരൻ അകത്ത് വന്നപ്പോൾ, നീ കള്ളം പറയുകയാണോ, ഇങ്ങനെ സാധനം, നീ ഇത് കണ്ടില്ലെന്നേ ഉള്ളൂ, സാധനം അവിടെ കിടപ്പുണ്ട്. വചനം പറയുന്നു, അടുത്ത ആഴ്ച അവൻ കയറി വരുമ്പോൾ ആ സ്ഥാനത്ത് താൻ പറഞ്ഞത് കിടപ്പുണ്ട്. വി ഹാവ് ടു പ്രൊക്ലെയിം. നമ്മൾ ഒരുമിച്ച് ആത്മാവിൽ പ്രൊക്ലെയിം ചെയ്യുക, മിസ്റ്ററികളെ റിവീൽ ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. ആദമിൻ്റെ നാവിനകത്തൂടെ ദൈവം ഭൂമിയിലേക്ക് തുറക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ നാവിനകത്തൂടെ ഇതിനകത്ത് ചിലത് തുറന്നു വരാൻ പോവുക. അടുത്തൊരാശയം കൂടെ പറഞ്ഞ് ഞാൻ ഇതിനൊന്ന് ബന്ധിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്, അബ്രഹാമിന്റെ ലൈഫിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇസ്ഹാക്കായിരുന്നു.
തൻ്റെ പ്രായമായ ഭാര്യയിൽ 99-ാമത്തെ വയസ്സിൽ തൻ്റെ ഭാര്യ ഇസ്ഹാക്കിന് ജന്മം നൽകുമെന്ന് ദൂതന്മാരാൽ ദൈവശബ്ദം ഉണ്ടായി. കാത്തിരിക്കാനുള്ള വൈമനസ്യമാണോ സാറായി തൻ്റെ ഭർത്താവാകുന്ന അബ്രഹാമിനെ തൻ്റെ ദാസിയായ ഹാഗാറിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുകയും അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുകയും ചെയ്തു. ആ കുഞ്ഞിൻ്റെ പേരാണ് ഇസ്മയേൽ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവുകയാണ്, ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇസ്മയേൽ ഈസ് നോട്ട് ഇതൊരിക്കലും ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. ഇത് മനുഷ്യൻ്റെ ഇടപെടലായിരുന്നു, അല്ലേ? സാറയുടെ ഇടപെടലാണ് അബ്രഹാമിൽ ഇസ്ഹാക്ക്. ഞാൻ ഈ വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ വിഷയമല്ല ഇത്. നിങ്ങൾ ഈ മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് ദൈവ പദ്ധതികൾ തടയാൻ പറ്റുമോ? നോ. ഒരാമൻ പറയുന്നില്ല, നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലല്ലേ ഇത് വരുന്നേ. മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് ഒരിക്കലും ദൈവ പദ്ധതിയെ തടയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ പറഞ്ഞ സാത്താന്റെ ഇടപെടലാണ്. ഇത് മനുഷ്യനിലൂടെ വെളിപ്പെട്ട് വരികയാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയെ സാത്താനോ മനുഷ്യനോ മറിച്ച് കളയാൻ പറ്റത്തില്ല. നന്നായിട്ടൊന്ന് വിശ്വസിക്കും. ആത്മാവിൽ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അയച്ചാന്ന് പറഞ്ഞു ഒന്ന് പറ. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യനും സാത്താനും മറിച്ച് കളയാൻ പറ്റും. പറ, ആത്മാവിൽ പറ. പ്ലാനുകൾ തുറന്നു വരും. ഇന്ന് പകൽ ദൈവ പദ്ധതികൾ തുറന്നു വരും. ഭാവി തുറന്നു വരും. പക്ഷേ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യന് അവൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചില സമയങ്ങൾക്കകത്തേക്ക് അല്ലെങ്കിൽ അത് വിശ്വസിച്ച് അതിൽ നിലനിൽക്കുന്നവർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാം. പക്ഷെ വചനത്തിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ അതിനകത്ത് നിന്ന് 100% പുറത്തു വരാനുള്ള അനുവാദമുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നലകളിൽ തുറക്കാതെ അടഞ്ഞുപോയത്, മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് അടഞ്ഞു പോയതിനെ ആത്മാവിൽ തുറക്കാൻ തൻ്റെ ഇടമുള്ള ദൈവശബ്ദങ്ങൾ പറയാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആരോഗ്യം നൽകട്ടെ. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു വലിയ ജനറേഷൻ്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്നു കൊണ്ടുവരാൻ ഒരു കൂട്ടം ഇല്ലാതിരിക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്തത് ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അനുകൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ ന്യായാധിപൻ മാത്രമാണ് ആ വിഷയത്തോട് അനുകൂലത പ്രകടിപ്പിച്ചത്. പക്ഷെ ദൈവ ആ ജനം മുഴുവൻ കാണത്തക്ക ആ ദൈവത്തിൻ്റെ ഉദ്ദേശം തുറന്നു കൊണ്ടുവരാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഒരു ദൈവശബ്ദം, അത് റെവലേഷൻ, വേർഡ് ഓഫ് റെവലേഷനകത്ത്, ഒരു മിസ്റ്ററി ഓഫ് റെവലേഷനകത്തൂടെ എനിക്ക് ഇന്ന് പകർന്ന് തുറന്നു വരുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ദൈവം ഇതിനകത്ത് ഈ മുണ്ടക്കയത്തിനകത്ത് നിങ്ങളുടെ ലൈഫിനകത്ത് മർമ്മമായി രഹസ്യമായി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ട് മറക്കപ്പെട്ടതിനെ തുറക്കാൻ നിങ്ങളുടെ ആരോഗ്യമുള്ള ദൈവശബ്ദങ്ങൾക്ക് കഴിയും. Come on, speak up യേശുവിന്റെ നാമത്തിൽ. ആത്മാവിൽ പറയുക. നിന്റെ വീടിനെ നോക്കി, നിന്റെ സാഹചര്യങ്ങളെ നോക്കി, നിന്റെ ചർച്ചിനെ നോക്കി, അത് ശൂന്യമായ കസേരകളെ നോക്കി, ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥകളെ നോക്കി ആത്മാവിൽ ഒരുവൻ പറയാൻ തയ്യാറാണെങ്കിൽ ദൈവം നിക്ഷേപിച്ചത് തുറന്നു വരും. ഞാൻ ഇന്ന് പകൽ ആത്മാവിനൊരു ശുശ്രൂഷയുടെ ചെയ്യാൻ തയ്യാറാകുന്നു. മനുഷ്യന്റെ കൈകടത്തലുകളെ അതിൻ്റെ അവസ്ഥയോടുകൂടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവ് ശാസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുറന്നു വരാൻ കഴിയാതെ വണ്ണം ശാപുള്ള പോലെ കിടക്കുന്ന ദൈവീയ വാഗ്ദത്തങ്ങളെ പ്രസവിക്കാൻ കഴിയുന്ന വിശ്വാസമുള്ളവർ ആത്മാവിൽ എഴുന്നേൽക്കട്ടെ.
മരിക്കപ്പെട്ടു പോലെ കിടക്കുന്ന, ജീവനില്ലാതെ കിടക്കുന്ന അനുഭവങ്ങൾ വീണ്ടും ദൈവശബ്ദമായി നിന്റെ കർണപടത്തിൽ മുഴുകുമ്പോൾ നിന്റെ മനസ്സിനകത്തൊരു ധൈര്യം വെളിപ്പെടുന്നുണ്ടെങ്കിൽ നിന്നിലൂടെ അത് പുറത്തു കൊണ്ടുവരാൻ കർത്താവ് അത് ആഗ്രഹിക്കുക. ഞാൻ അടുത്ത് പറയുന്ന ഒരു ആശയത്തെ നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ അധികം പറയത്തില്ല, പയ്യെ പയ്യെ ദിവസങ്ങൾ എടുത്തു തുറക്കാൻ താല്പര്യപ്പെടുന്നു. ഇസ്മായേൽ ഭൂമിയിൽ ജനിക്കേണ്ടത് ആയിരുന്നോ? ചിന്തിക്കണം. എന്നെ കൊണ്ടുപോയി, ദൈവാത്മാവ് കൊണ്ടുപോയി നിർത്തിയ ഭാഗം ഇച്ചിരി പ്രശ്നമേറിയ ഭാഗമാണ്. ആയിരുന്നു ആദമിനകത്ത് ഏതോ കാലഘട്ടത്തിൽ പുറത്തു വരേണ്ടവനായിരുന്നു ഇസ്മായേൽ. പക്ഷെ പാപത്തിന്റെ ഇടപെടൽ നിമിത്തം ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ, പച്ചയ്ക്ക് പറയത്തില്ല, അതെനിക്ക് പ്രശ്നമാണ്. നിങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നവർ ഗ്രഹിച്ചോണം. എപ്പോഴാണ് ആദം പാപം ചെയ്തത്, ആ ജനറേഷനകത്ത് വരേണ്ട റൂട്ട് മൊത്തം തെറ്റി. അതിനകത്ത് നിന്നാണ് ദൈവം അബ്രഹാമിനെ പിടിക്കുന്നത്. എന്നിലുള്ള വാഗ്ദത്തത്തെ പ്രസവിക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുക. ബാക്കിയുള്ളതെല്ലാം റൂട്ട് തെറ്റി വരുന്നതാണ്. ഹല്ലേലൂയ. ഇസ്മായേലിനെ നോക്കി ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. നീ റൂട്ട് തെറ്റി വന്നവനാണെങ്കിലും വീട്ടിൽ ജനിച്ചതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുക, നീ ഒരു ജാതിയായി തീരും. ആ ഒറ്റ അനുഗ്രഹമാണ് എൻ്റെ ഈ ദൂതിന് കാരണമായി തീർന്നത്. ഞാൻ പറയാൻ വെച്ചിരുന്ന ആശയം ഞാൻ തുറക്കട്ടെ. ആദമിന്റെ പാപം നിമിത്തം ജനറേഷനകത്തേക്ക് റൂട്ട് തെറ്റിയതിനെ എല്ലാം നേരെയാക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് ക്രൂസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനിക്കേണ്ട സ്ഥലത്താണോ നീ ജനിച്ചത്? ജനിക്കേണ്ട ആളിലൂടെ തന്നെയാണോ നീ ജനിക്കേണ്ടത്? അതൊരു റോങ് ആയിരിക്കാം. പക്ഷെ ഈ പകൽ വചനം പറയുന്നു, നിന്റെ ജനനം തെറ്റിപ്പോയെങ്കിലും നിന്റെ ജീവിതത്തെ ശരിയാക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. ഈ ദൂത് ഓൺലൈനിലൂടെ കേൾക്കുന്നവരുടെ ആത്മാവിൽ പറയുന്നു, നിന്റെ ജനനം കൊണ്ട് നീ തെറ്റിപ്പോയെന്നോ, നിന്റെ അവസ്ഥ കൊണ്ട് നീ അല്ലെന്ന് പറഞ്ഞു തുടങ്ങിക്കോ. പക്ഷെ ഇന്ന് പകൽ പറയുന്നു, നിന്നെ വിശുദ്ധീകരിച്ച് ഒരു നല്ല ജീവിതം നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചില ശാപങ്ങൾ ആ സ്ഥലത്ത് നിന്ന് പകൽ പൊട്ടുകയാണ്. ഹല്ലേലൂയ. രൂത്തിനെ പറ്റി കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു, ജനനം കൊണ്ട് റോങ് ആയ ഒരു ജാതിയിലും കുടുംബത്തിനകത്ത് ജനിക്കേണ്ടി വന്നെങ്കിലും അവളെ കുറിച്ചും ജനറേഷന് മുമ്പ് ദൈവാത്മാവ് ആദമിൽ ഒരു മിസ്റ്ററി മറച്ചിട്ടിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തു എന്ന വാഗ്ദത്തത്തെ തുറക്കാൻ രൂത്ത് ഒരു കാരണക്കാരിയാണ്. പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചോണം. പക്ഷേ ആദമിന്റെ പാപം മോബാബിലേക്ക് എത്തുമ്പോൾ ഹല്ലേലൂയ, രൂത്ത് എന്ന വാഗ്ദത്തം തുറക്കാൻ ആടയപ്പെടുകയാണ്. പക്ഷെ ഒരു കുടുംബം തെറ്റായ ശൈലിയിൽ മോബാബിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ, അവിടെയും മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തൂടെ ദൈവം ആ ദേശത്തെ സന്ദർശിച്ചു എന്നുള്ള ചിന്ത നവോമിയുടെ അകത്ത് കിട്ടുമ്പോൾ ഹല്ലേലൂയ, ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവൻ ജനറേഷനകത്തേക്ക് തെറ്റിപ്പോയ ആ പദ്ധതിയെ റീപ്ലാന്റ് ചെയ്ത് രൂത്തിനെ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ജനറേഷനകത്തേക്ക് അവതരിപ്പിക്കുന്നു. Come on. ഞാൻ പറഞ്ഞത് പിടികിട്ടുന്നവർ ആത്മാവിൽ പിടിച്ചോണം. ഹല്ലേലൂയ. നിന്റെ ജനനം കൊണ്ട് നീ ഒരു റോങ് പ്ലാറ്റ്ഫോമിനകത്തേക്ക് പോയി, സാരമില്ല. നിന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ അറിയാവുന്ന ഒരു കർത്താവുണ്ട്, അവന്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? എത്ര പേർക്ക് മനസ്സിലായി? റോങ് കുടുംബത്തിനകത്ത്, റോങ് പ്ലാറ്റ്ഫോമുകൾക്കകത്ത്, റോങ് അന്തരീക്ഷത്തിനകത്ത് കടക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്റെ ജീവിതം നരകമാണെന്ന് എഴുതിത്തള്ളാൻ വരട്ടെ, നിനക്കൊരപ്പനുണ്ട്, അവന്റെ പേര് യേശു എന്നാണ്.
യഥാർത്ഥ സ്നേഹം റോങ് അപ്പനിൽ ജനിക്കപ്പെട്ടത് കൊണ്ട്, ഹല്ലേലൂയ, റോങ് അമ്മയിൽ ജനിക്കപ്പെട്ടത് കൊണ്ട് നീ നരകമായി പോയെന്ന് ചിന്തിക്കരുത്. നിന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ഇത് ഈ പട്ടണത്തിനകത്തേക്ക് ഇറങ്ങട്ടെ. ഈ ദൂത് ഈ പട്ടണത്തിനകത്തേക്ക് ഇറങ്ങട്ടെ. ഒരുമിച്ച് കൈ ഉയർത്തി ഒരു ആമേൻ സഭ ചേർന്ന് പറ. ഹല്ലേലൂയ. ആദാം എന്ന മനുഷ്യന്റെ ഉള്ളിൽ ദൈവം, ഹല്ലേലൂയ, അവതരിപ്പിക്കാൻ പറ്റിയ മിസ്റ്ററികളെ പാപമില്ലാതാക്കി മറച്ചിട്ടപ്പോൾ ക്രിസ്തു പറയുകയാണ്, സകല ഭാഷയിലേക്കും വംശത്തിലേക്കും ജാതിയിലേക്കും വർഗത്തിലേക്കും പോയതിനെ ക്രിസ്തുവേശു മൂലം പിടിച്ചെടുക്കുന്നു. കാര്യം ഒന്ന് അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത്. ഹല്ലേലൂയ. അങ്ങനെ വഴിമാറിപ്പോയതൊക്കെ യഥാർത്ഥ റൂട്ടിൽ കീറാൻ പോവുക. വായ്, നിങ്ങൾ എന്തിനീ ദൂത് കേൾക്കുന്നു? എന്തിനെന്നോട് പറയുന്നു? ഈ തലയ്ക്കകത്ത് എന്തിന് പരിശുദ്ധാത്മാവ് ഇത് നൽകി തരുന്നു? ഹല്ലേലൂയ. ഈ പട്ടണത്തിനകത്ത് ഈ ദൂത് നിവർത്തീകരിക്കപ്പെടാം. റോങ് ഭവനങ്ങൾക്കകത്ത് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട്, ഹല്ലേലൂയ, കുലപാതകത്തിനും ആത്മഹത്യക്കും വഴിതിരിയേണ്ട ചിലതിനെ കർത്താവ് പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നാളെ ഒരു, ഹല്ലേലൂയ, റോങ് കുടുംബത്തിനകത്ത് ജനിക്കപ്പെട്ടത് കൊണ്ട് പരസ്യക്കാഴ്ചയായി പത്രത്തിലും മാധ്യമങ്ങളും എണ്ണപ്പെടേണ്ട ചിലതിനെ ക്രിസ്തു മൂലം യേശു ക്രിസ്തുവിൻ്റെ പ്ലാനിനകത്തേക്ക് കയറ്റാൻ പോവുകയാണ്. ഒന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുക. ഈ പട്ടണത്തിനകത്ത് ദൈവത്തിൻ്റെ ഹൃദയം, ദൈവ പദ്ധതി തുറക്കുന്നതിന് കാരണമായി തീരട്ടെ. അശുദ്ധിയുടെ ആത്മാവ് പ്രവേശിച്ച് അവസാനം, ഹല്ലേലൂയ, ഒരു കല്ലറയ്ക്കകത്ത് കയറിയവനെ ക്രിസ്തുവിൻ്റെ സ്നേഹം ദെക്കപ്പോലിത്ത 10 പട്ടണങ്ങൾക്ക് സുവിശേഷകനാക്കി മാറ്റുന്നത് ദൈവീയ പ്ലാനാണ്. സാത്താന് അവൻ്റെ മേലിട്ട പ്ലാൻ എന്നേക്കും അവൻ്റെ ജീവൻ പോലും ആഗ്രഹിക്കാതെ അവനെ നശിപ്പിച്ച് കളയണമെന്ന് ഇന്ന് പകല് അങ്ങനെ വിശദീകരിച്ച് ചിന്തിക്കുന്നവരോട് പറയുന്നു, ഇല്ല, അതിനകത്തിറങ്ങി നിന്നെ വിടുവിക്കാൻ അറിയാവുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഇന്നലകളിൽ പറഞ്ഞൊരു ദൂത് തന്നെ ഞാൻ പറയാം. എന്നെ ഏൽപ്പിച്ച എൻ്റെ ആടിനെ, ഹല്ലേലൂയ, സിംഹത്തിൻ്റെ വായ്ക്കകത്ത് പോയെന്ന് പറഞ്ഞ് ഞാൻ ഇട്ടേച്ചു പോകത്തില്ല. ആ കൊമ്പല് 2ആയി വലിച്ചകത്തി ദൈവം എന്നെ ഏൽപ്പിച്ച ആടിനെ അവിടെ നിന്ന് വിടുവിക്കേണ്ടത് ശുശ്രൂഷയാണെന്ന് തിരിച്ചറിയുന്ന അഭിഷേകമുള്ളവനായിരുന്നു ദാവീദെങ്കിൽ, പുതിയ നിയമത്തിൽ ആ യഹോവ ഭക്തന്മാരെ നോക്കി ഇങ്ങനെ ഒരു വാക്ക് വിളിച്ചു പറയുകയാണ്, നീ ജീവനെ ആഗ്രഹിച്ചുകൊണ്ട് നന്മ നീ കാണേണ്ടതിനായി നീ ആരാണെന്നുള്ള തിരിച്ചറിവിനകത്തേക്ക് കയറ്. ദൈവം നിന്നിലൂടെ ചിലത് നിവർത്തീകരിക്കാൻ പോകാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദാമിൽ മറഞ്ഞുകിടന്ന മിസ്റ്ററികൾ ക്രിസ്തുവേശുവിലൂടെയാണ് തുറന്നു വരുന്നത്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്ന് തുറന്നു വരുന്നുണ്ട്? സമയം തീർന്നു. തുറന്നു വരുന്നുണ്ട്. ഈ പട്ടണത്തിനകത്ത് തുറന്നു വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ അത് നിർത്താം. ഒറ്റ വാക്ക്, ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒറ്റ വാക്ക് എന്ത് ചെയ്യുക? ആദാമിനെ ദൈവം ഭൂമിയിൽ അവതരിപ്പിക്കുമ്പോൾ 2 കാര്യം സുനിശ്ചിതമായി ദൈവത്തിനറിയാം. ഒന്ന്, ആദാമേ, നിന്റെ അകത്തൂടെ എനിക്ക് ഒരുപാട് പ്ലാൻ തുറന്നുകൊണ്ടിരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കറിയാം നീ തെറ്റിപ്പോകും. അതുകൊണ്ട് വരുവാനുള്ളവൻ്റെ പ്രതിരൂപത്തിൽ നിന്നെ ദൈവത്തിൻ്റെ സ്വാദൃശ്യത്തിലും സ്വരൂപത്തിലും അവതരിപ്പിച്ചു. ഇതിനൊരു എൻഡില്ലേ? ഇതിനൊരു സമയമുണ്ടല്ലോ. ഉണ്ട്. അത് കർത്താവിൻ്റെ കാൽവറി ക്രൂശിൽ അവസാനിപ്പിച്ചിരിക്കും. നമുക്ക് എൻ്റെ പ്രസംഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനിലാണ് നിൽക്കുന്നത്. ഞാൻ പറയുന്നു, നോക്കാൻ പറ്റുമെങ്കിൽ വീണ് പോകുന്നതിന് മുമ്പുള്ള ആദമിനെ നോക്കിക്കോണം. അവൻ വരുവാനുള്ളവൻ്റെ പ്രതിമയാണ്. വീണ് പോയ ശേഷം ആദമിനെ നോക്കരുത്. വീണ്ടും നോക്കേണ്ടത് ആ പ്രതിരൂപമായ ക്രിസ്തുവിനെ തന്നെയാണ്. യേശു കർത്താവ് പറയാണ്, യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ പറയാണ്, ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാൻ, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾക്ക് ചെയ്യാൻ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അനുവാദമുണ്ട്. വായിച്ച വാക്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. നമ്മൾ ഇന്നതാകുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നാം ദൈവത്തിൻ്റെ
മക്കളാണ്. ക്രിസ്തു വെളിപ്പെടുന്നത് പോലെ വെളിപ്പെടുമ്പോൾ നമ്മൾ വെളിപ്പെടും. അതെ, ക്രിസ്തു നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രതിരൂപത്തിൻ്റെ, ക്രിസ്തു എന്ന പ്രതിരൂപത്തെ ദൈവം ആദമിൽ അനുവദിക്കാൻ ആഗ്രഹിച്ചതുപോലെ ഇവിടെ ഈ ഭൂമിയിൽ നിങ്ങളിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ പട്ടണത്തിനകത്ത്, ഞാൻ പറഞ്ഞ വാക്കിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഈ പട്ടണത്തിനകത്ത്, ഈ ചർച്ചിനകത്ത് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാമയം പറഞ്ഞിട്ട് ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നോണം. കർത്താവേ, ആദമനിൽ അങ്ങിട്ട മിസ്റ്ററി ക്രിസ്തുയേശുവിലൂടെ എൻ്റെ അകത്ത് തുറക്കാൻ ആഗ്രഹിക്കുന്നതിനായി ഇഷ്ടമാണ്. യോഗ്യതകളൊന്നുമില്ല, കഴിവൊന്നുമില്ല, കൃപയും കരുണയും അകത്തുള്ളവരോട് ഞാൻ ആത്മാവിൽ പറയാം. അതിനെ ആശ്രയിക്കുന്നവരോട് ഞാൻ പറയാം. ഹല്ലേലൂയ. നിങ്ങളുടെ പരിസ്ഥിതികളെ നോക്കി, കഴിഞ്ഞ ആഴ്ച ഞാൻ ശുശ്രൂഷിച്ചതുപോലെ നിങ്ങളുടെ ബലഹീനതകളെ നോക്കി, നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി ആ സാധ്യതകളെ നിങ്ങൾ ഇല്ലാതാക്കി കളയരുത്. നാവ് കൊണ്ട് ചിലത് പറയാൻ തുടങ്ങാൻ. നിന്റെ കണ്ണ് ആത്മാവിൽ ചില കാഴ്ചകളെ കാണട്ടെ, നിന്റെ കാത് ചിലതിനെ കേൾക്കട്ടെ, നിന്റെ ഹൃദയം വിശ്വസിക്കട്ടെ. ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിന് തയ്യാറാകുന്ന ചിലരെ ആത്മാവ് ദർശിക്കുന്നു ഈ രാത്രി, ഈ പകല്. മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെയെന്നറിയാൻ മേലാതെ എവിടെയോ കിടക്കുക. നിനക്കൊരു പ്ലാറ്റ്ഫോം ലഭിക്കാൻ പോവുകയാണ്. ആമേൻ. നിനക്ക് വളരാനൊരു പ്ലാറ്റ്ഫോം ദൈവം തരാൻ പോവുകയാണ്. വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നീ പറയുന്നത് സംഭവിക്കത്തക്ക രീതിയിൽ ദൈവം നിനക്കൊരു വളർച്ച നൽകാൻ ആഗ്രഹിക്കുന്നു. നിനക്കൊരു പ്ലാറ്റ്ഫോം ദൈവം നൽകാൻ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നീ ആഗ്രഹിച്ചു, പക്ഷെ ഇപ്പോൾ ക്ഷീണിതനാണ്. നിനക്ക് ഒരു പ്ലാറ്റ്ഫോം നൽകാൻ പോവുക. അന്യഭാഷ അല്പനേരങ്ങൾ ഒരു പ്രൊഫറ്റിക്കൽ ആംഗിളിൽ പ്രാർത്ഥിച്ചു തുടങ്ങി കർത്താവ് സംസാരിക്കട്ടെ. ഈ മാസങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കേണ്ട രീതിയിലാണോ തുറന്നു വന്നത്? ഈ ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കേണ്ട രീതിയിലാണോ തുറന്നു വന്നത്? കഴിഞ്ഞു പോയ വർഷം നമ്മുടെ രീതിയിൽ തുറക്കേണ്ടത് പോലാണോ? എന്തൊക്കെയോ കർത്താവ് അവതരിപ്പിക്കാൻ ഇട്ടതല്ലേ, അതതിനെ അതിൻ്റെ മുഴുവായി കാണാൻ നമുക്ക് കഴിയാതെ പോയി. മടിക്കരുത്, മൗനമാകരുത്. ഹല്ലേലൂയ. പിന്മാറി നിൽക്കരുത്. ഹല്ലേലൂയ. ഒരു നിറവ്, ഹല്ലേലൂയ, നിറവ്. പത്രോസ് നിന്നെ നോക്കി ഓടുന്നുണ്ട്. നീ യേശുവിനെ കേൾക്കുന്നില്ലെങ്കിൽ അത് നിന്റെ പടകിനകത്ത് കയറത്തില്ല. നീ യേശുവിൻ്റെ വാക്കിന് വല ഇറക്കുന്നില്ലെങ്കിൽ നിന്റെ വലയിൽ അത് കയറത്തില്ല. നീ യേശുവിനെ നിന്റെ പടകിൽ അനുവദിക്കുന്നില്ലെങ്കിൽ നിന്റെ വള്ളത്തിൽ അത് കയറി വരത്തില്ല. ഹല്ലേലൂയ. നീ ആ സ്ഥലത്തില്ല എങ്കിൽ യേശുവിനെ നീ കാണത്ത് പോലും ഇല്ല. യെസ്, ഏതോ ഒരു സമയത്തിനകത്തേക്ക് നിങ്ങളുടെ അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യുന്നു. രണ്ട് കാര്യം ഇന്ന് രാവിലെ കർത്താവ് പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ഒന്നൊരു പ്ലാറ്റ്ഫോമാണ്, ഒന്നൊരു ടൈമിൻ്റെ ബദ്ധതയാണ്. ടൈമിനെ കുറിച്ചാണ്. അത് നിങ്ങളുമായി വെളിപ്പെട്ട് വരാൻ പോകും. നിർബന്ധിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ ദർശിക്കുന്നു. വളരെ വ്യക്തമായി ഞാൻ ഈ ആത്മാവിൽ വചനത്തിലൂടെ മനസ്സിലാക്കുകയാണ്. അതിലേക്ക് നിന്നെ നിർബന്ധിച്ച് കയറ്റുന്നത് പോലെ, പ്രവാചകൻ്റെ ഇഷ്ടത്തിലല്ല, ഹല്ലേലൂയ, നിർബന്ധിക്കുന്നത് പോലെ ചിലയിടങ്ങളിലേക്ക് നിന്നെ കർത്താവ് അയക്കാൻ പോകുകയാണ്. ചില അനുഭവങ്ങൾക്കകത്തേക്ക് നിന്നെ സെറ്റ് ചെയ്യാൻ പോകുകയാണ്. ചിലരുടെ മുമ്പിൽ ദൈവം നിർത്താൻ പോകുകയാണ്. ചിലത് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പോകുകയാണ്. പഴക്കത്തിൻ്റെ ആത്മാവിനെ മാറ്റുക. ഹല്ലേലൂയ. പഴക്കങ്ങളുടെ ആചാരങ്ങളെ മാറ്റുക. ഹല്ലേലൂയ. എല്ലാ ആഴ്ചയിലും ആരാധന 10 മണി 9 മണി മുതൽ 12 മണി വരെ വരുന്നു, ആരാധിക്കുന്നു, എന്തെങ്കിലും വീഴുന്നു, പോകുന്നു. നോ, ഇന്ന് പകൽ ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾക്കകത്തേക്ക് ഹൃദയം പൂർണ്ണമായി വിട്ടുകൊടുക്കട്ടെ. നിന്നിലൂടെ ചിലത് പുറത്തു കൊണ്ടുവരാനുണ്ടെന്ന്, ഒരു ഡെലിവറൻസിന് വേണ്ടിയോ,
ഹല്ലേലൂയ. എന്നിൽ എളിപ്പിച്ച രക്ഷയുടെ സ്തുതികൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവ ഉദ്ദേശത്തിനായിട്ട് തന്നെ. ഹല്ലേലൂയ. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾക്കകത്ത് ഒരുപാട് ഡെലിവറൻസുകളുടെ സ്തുതികൾ കിടപ്പുണ്ട്. ആയുധമേന്തി നിന്ന ചില വ്യക്തികളുടെ കയ്യിൽ നിന്ന് താൻ രക്ഷപ്പെട്ട സന്തോഷങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ അവിടം കൊണ്ട് ആ ലൈഫ് തീർന്നില്ല. ദ പ്ലാൻ, ദ കിങ് ഓഫ് ഇസ്രായേൽ, സെക്കൻഡ് കിങ് ഓഫ് ഇസ്രായേൽ എന്ന പദവിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്ലാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്ലാനിനകത്തേക്ക് വിടുതൽ പ്രാപിച്ചു, രക്ഷ ലഭിച്ചു, സൗഖ്യം ലഭിച്ചു. ഒരാചാരത്തിൻ്റെ ഭാഗമാകരുതേ, ആത്മാവിൻ്റെ പ്രദർശനമായി തീരട്ടെ. നല്ല പിതാവ്, ഈ വചനത്തിന് മുമ്പ്